നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കർക്കിടകം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നമുക്ക് നോക്കാം. 9 ഗ്രഹങ്ങളുടെയും സ്ഥാനം എവിടെയാണ്, ഏതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ രാശിയാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഓരോ 2.25 ദിവസത്തിലും രാശി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ 2ാം ഭാവത്തിൽ കേതുവും 8ാം ഭാവത്തിൽ രാഹുവുമാണുള്ളത്. 9ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും നിൽക്കുന്നു. 10ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 11ാം ഭാവത്തിൽ ശുക്രനും, 12ാം ഭാവത്തിൽ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില പ്രധാന മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ജ്യോതിഷപ്രകാരം നമ്മുടെ ശരീരത്തിന്റെ ഘടന, സ്വഭാവം, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് 1ാം ഭാവമാണ്. നിലവിൽ നിങ്ങളുടെ രാശിഫലമനുസരിച്ച് വ്യാഴം 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ അർത്ഥം ജൂൺ 2 മുൻപുള്ള സമയം, അതായത് ഈ മെയ് മാസത്തിൽ വ്യാഴം അല്പം ദുർബലനായിരിക്കുമെന്നാണ്. അതിനാൽ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വ്യാഴത്തിന്റെ ഈ ഗ്രഹനില നിങ്ങളുടെ ദഹന പ്രക്രിയയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗ്രഹനില അനുസരിച്ച് ഇപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം വേഗത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വയറിൽ ഗ്യാസ് ഉണ്ടാവുകയോ മലബന്ധം അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കണം. ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസികമായ ചില മാറ്റങ്ങളും ഈ മാസം കണ്ടേക്കാം. മെയ് 11 വരെയുള്ള കാലയളവിൽ അനാവശ്യമായ ചിന്തകൾ കാരണം ചെറിയ രീതിയിലുള്ള തലവേദനയോ മാനസിക പിരിമുറുക്കമോ ഉണ്ടായേക്കാം. ചൊവ്വയും ശനിയും ഒത്തുചേരുന്ന പ്രത്യേക സാഹചര്യം ഉള്ളതിനാൽ ഈ മാസം നിങ്ങൾ ജോലിയിൽ വലിയ തിരക്കുള്ളവരായി മാറും. ഈ അമിത ജോലിഭാരം കാരണം ഇടയ്ക്ക് ക്ഷീണം തോന്നിയേക്കാം. ഇങ്ങനെയൊക്കെ ചില ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം എന്നതൊഴിച്ചാൽ ഭയപ്പെടേണ്ടതായ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ മാസം നിങ്ങളെ ബാധിക്കില്ല. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ഈ മാസം തൃപ്തികരമായിരിക്കും. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഒരാളുടെ വിദ്യ, ബുദ്ധി, സർഗാത്മകത എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് ജാതകത്തിലെ 5ാം ഭാവമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ 5ാം ഭാവത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഈ മാസം നിങ്ങളുടെ പഠനരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. മെയ് 11 ചൊവ്വ 10ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ജ്യോതിഷത്തിൽ ഇതിനെ രുചകരാജയോഗം എന്നാണ് വിളിക്കുന്നത്. ഈ യോഗം തെളിയുന്നതോടെ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന മടിയും തടസ്സങ്ങളും മാറി വലിയ ആവേശവും ഊർജവും കൈവരും. മെയ് 11 ശേഷം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഓർത്തെടുക്കാനും സാധിക്കും. ഈ തീയതി മുതൽ സൂര്യനും ബുധനും നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവത്തിലേക്ക് ശുഭകരമായ ദൃഷ്ടി നൽകുന്നു. ബുദ്ധിശക്തിയുടെ ഗ്രഹമായ ബുധനും വിജയത്തിന്റെ ഗ്രഹമായ സൂര്യനും ഒത്തുചേരുന്നത് പഠനത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും. നിങ്ങൾ ഗവൺമെന്റ് പരീക്ഷകൾക്കോ മറ്റ് മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ മെയ് മാസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. കാരണം സൂര്യൻ തന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത്. ഇത് ഉന്നത വിജയത്തെയും അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു. ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്ന ബുധൻ കൂടെയുള്ളതിനാൽ പരീക്ഷകളിൽ കൃത്യതയോടെ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ മെയ് മാസം കർക്കിടകൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് സുവർണാവസരമാണ്. പുതിയ കോഴ്സുകളിൽ ചേരാനോ ഉപരിപഠനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ധൈര്യമായി മുന്നോട്ടു പോവുക. കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലം ഉറപ്പായും ലഭിക്കുന്ന സമയമാണിത്. ജ്യോതിഷത്തിൽ പ്രണയത്തെയും മനസ്സിന്റെ അടുപ്പത്തെയും സൂചിപ്പിക്കുന്നത് 5ാം ഭാവം അഥവാ പഞ്ചമഭാവമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസത്തെ പ്രണയബന്ധങ്ങൾ 2 ഘട്ടങ്ങളിലായാണ് കാണപ്പെടുന്നത്. മെയ് മാസം പകുതി വരെ പ്രണയബന്ധങ്ങളിൽ അല്പം ശ്രദ്ധയും കരുതലും ആവശ്യമാണ്.
ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കാം. അവർക്ക് സാധാരണയേക്കാൾ കൂടുതൽ ദേഷ്യം വരാനോ എന്തിനും ഏതിനും ക്ഷമ കുറയാനോ സാധ്യതയുണ്ട്. താൻ പറയുന്നത് മാത്രം മറ്റുള്ളവർ കേൾക്കണമെന്ന രീതിയിലുള്ള ഒരു ആധിപത്യ സ്വഭാവം പങ്കാളി കാണിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ തർക്കത്തിന് നിൽക്കാതെ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധം വഷളാകാതിരിക്കാൻ സഹായിക്കും. മെയ് 11 ശേഷം ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുന്നു. ചൊവ്വ 10ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കുറയും. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപെന്തെങ്കിലും കാരണത്താൽ പിണങ്ങിയിരുന്നവർക്ക് വീണ്ടും ഒന്നിക്കാനും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ സമയം വളരെ അനുയോജ്യമാണ്. ദാമ്പത്യത്തെയും ജീവിത പങ്കാളിയെയും കുറിച്ചറിയാൻ നമ്മൾ നോക്കുന്നത് 7ാം ഭാവമാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അധിപനായ ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് ദാമ്പത്യത്തിൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും. പങ്കാളികൾ തമ്മിൽ നല്ലൊരു ധാരണ നിലനിർത്താൻ ഇത് സഹായിക്കും. ഈ മാസത്തിന്റെ ഇടയിലുള്ള കുറച്ച് ദിവസങ്ങൾ, അതായത് മെയ് 14 മുതൽ 25 വരെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി പങ്കാളിയുമായി ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. അതുമല്ലെങ്കിൽ ഈ സമയത്ത് പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. എങ്കിലും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങളുടെ പങ്കാളിയുടെ കരിയറിലെ പുരോഗതിയാണ്. അവർക്ക് ജോലിയിൽ വലിയ വളർച്ചയുണ്ടാകാനോ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നല്ല വാർത്തകൾ കേൾക്കാൻ ഭാഗ്യമുള്ള ഒരു മാസമാണിത്. പങ്കാളിയുടെ ഈ വിജയം കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നതും ഭാഗ്യാധിപൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നതും ഭാഗ്യത്തിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ രാശിയിലേക്ക് വ്യാഴമെത്തുന്ന ജൂൺ 2 മാത്രമേ ഭാഗ്യം പൂർണ്ണമായി തെളിയുകയുള്ളൂ. വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനോ വീട് അല്ലെങ്കിൽ വാഹനം പോലുള്ളവ വാങ്ങാനോ മെയ് മാസം അത്ര അനുയോജ്യമല്ല. ഇത്തരം പ്രധാന തീരുമാനങ്ങൾ ജൂൺ മാസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ബുദ്ധി. ഭാഗ്യത്തിൽ ചെറിയ കുറവുകൾ കണ്ടേക്കാമെങ്കിലും കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ മികച്ചതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണിത്. മെയ് 11 ചൊവ്വ 10ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിക്കും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ജോലിയില്ലാത്തവർക്ക് മെയ് 11 ശേഷം പുതിയൊരു ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ആയതിനാൽ ആ സമയത്ത് കൂടുതൽ ശ്രമങ്ങൾ നടത്തുക. IT, സാങ്കേതിക മേഖല, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പ്രതിരോധ മേഖല, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഈ മാസം വലിയ പുരോഗതിയുണ്ടാകും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം വർദ്ധിക്കുന്ന ഒരു മാസമാണിത്. ബുദ്ധിശക്തിയുടെയും ബിസിനസിന്റെയും ഗ്രഹമായ ബുധൻ മെയ് 15 11ാം ഭാവത്തിലേക്ക് എത്തുന്നു. ഇതോടെ ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാവുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. മെയ് 14 ശേഷം നിങ്ങളുടെ ചിലവുകൾ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ചിലവുകൾ നഷ്ടങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിനും വിനോദങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഉദാഹരണത്തിന് യാത്രകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ബിസിനസ്സിൽ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പുതിയ കരാറുകളിൽ ഒപ്പിടാനും ഈ മാസത്തിന്റെ 2ാം പകുതി വളരെ നല്ലതാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ സമയം വ്യാഴം അല്പം ദുർബലമായ അവസ്ഥയിലാണ്. നിങ്ങളുടെ ജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവം ജപിക്കുക. നിങ്ങൾക്കിത് ജപിക്കാൻ പ്രയാസമോ സമയക്കുറവോ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നതും തുല്യമായ ഗുണം നൽകും. ഇത് നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ മാറ്റി ആത്മവിശ്വാസം നൽകാൻ സഹായിക്കും. ശനിയും ചൊവ്വയും 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ
അനാവശ്യമായ തടസ്സങ്ങളോ പേടിയോ ഉണ്ടായേക്കാം. ഇതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഹനുമാനെ ഭജിക്കുന്നത്. ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുന്നതും മനസ്സിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. കർക്കിടകൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.